ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കണോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ജിഗർദണ്ഡയ്ക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം നമുക്ക് പുറത്തെവിടെയും കിട്ടില്ല. നല്ല ക്രീമി ആയിട്ടുള്ള പാലാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ബോയിൽ ചെയ്ത ശേഷം ഒരു പകുതി എത്തണ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിനുശേഷം പാൽഗോവയാണത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് പാൽഗോവ കിട്ടുക. ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് വേർഷൻ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കൂ. മധുരയിൽ ബായിക്കടയുണ്ട്. അവരാണ് ഈ റെസിപ്പിയുടെ ഒറിജിനൽ ഓണേഴ്സ്. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ശ്രദ്ധിച്ച ശേഷമാണ് ഇതിലെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയത്. മാക്സിമം ഈ റെസിപ്പിയോട് നീതി പുലർത്തി എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കാരമൽ സോസാണ്, വേറൊന്നുമല്ല. ബട്ടറും ഷുഗറും നന്നായിട്ട് അലിയിച്ചെടുത്താൽ കാരമൽ സോസ് കിട്ടും. കളറിന് വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ആറിയ ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെക്കുക. ഓവർനൈറ്റ് ഇരിക്കണം. എപ്പോഴും ജിഗർദണ്ഡ ചെയ്യണതിന് 1 day ബിഫോർ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി എങ്ങനെയാണ് ജിഗർദണ്ഡ ലെയർ ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇത് ബദാം ബേസിനാണ്. ആൽമണ്ട് ഗം എന്ന് പറയും. എല്ലാ നാട്ടുമരുന്ന് ഷോപ്പിൽ കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഓൺലൈനിലും അവൈലബിൾ ആണ്. കല്ല് പോലെ ഉണ്ടാവും. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കുമ്പോഴേക്കും ജെല്ലി പോലെ ഉണ്ടാവും. ഭയങ്കര ബോഡി കൂളൻ്റ് ആണത്. അത്രയും ഹെൽത്തിന് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അടുത്തത് വേണ്ട നന്നാരി സിറപ്പാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വേഗത്തിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് ബാസുന്തിയാണ്. പാല് നന്നായിട്ട് 3/4 വറ്റിച്ചെടുക്കണതാണ്, നല്ല ആടയോടുകൂടുള്ളത്. പിന്നെ നല്ല തണുത്ത പാല്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഐസ്ക്രീം. ഇത്രേ വേണ്ടൂ. ഇതെങ്ങനെയാണ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ടോൾ ഗ്ലാസ് എടുക്കുക. ആദ്യം ബദാം പിസിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നാരി സിറപ്പ്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ നന്നാരി സിറപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ചിൽഡ് പാലാണ്. അടുത്തത് ബാസുന്തി. ഇതിപ്പോൾ സ്വീറ്റ് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ, നല്ല ആടയുണ്ട്. ആടയോടുകൂടെ വേണം ഇതെടുക്കാനായിട്ട്. ഞാനിത് മധുരയിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിസർച്ച് നടത്തി മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ലാസ്റ്റായിട്ട് ഐസ്ക്രീം. ഇതിൽ കറക്റ്റായിട്ട് അളവൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബദാം പീസിന് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, നന്നാരി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, ഐസ്ക്രീം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത്രയും ഡിവൈനായിട്ടുള്ളൊരു ഡ്രിങ്കാണത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫില്ലിങ്ങുമാണ്. ഈ സമ്മറിന് പറ്റിയൊരു ഡ്രിങ്കാണത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.